എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യം. മത്തായി 15:6. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരേ ആശയമാണ് നൽകുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ ഒരു ഭാഗം ഖുർബാൻ എന്ന ഒരു പദത്തിനെ ആസ്പദമാക്കി പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതായത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഈ ദരിദ്രരായ മാതാപിതാക്കന്മാർ മകൻ്റെ അടുക്കൽ വന്ന് സഹായം ആവശ്യപ്പെട്ടു എങ്കിൽ ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചതാണ്, നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കും. രണ്ടാമത്തെ ഒരർത്ഥം ഖുർബാൻ എന്ന പദത്തിന് കൂടുതൽ പ്രസക്തമായത് ഒരു സത്യം ചൊല്ലൽ എന്ന തരത്തിലാണ്. ഒരാൾ തൻ്റെ അപ്പനോടോ അമ്മയോടോ ഞാൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതെല്ലാം ഖുർബാനാണ് എന്ന് പറയും. എന്നാൽ ഇവന് പിന്നീട് ആത്മദുഃഖം അഥവാ പശ്ചാത്താപം ഉണ്ടായി അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ തീരുമാനം പെട്ടെന്നുള്ള കോപത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ ഫലമായി ഉളവായതാണെന്ന് വരികയും പിന്നീട് ഉണ്ടായ, അതായത് ഒരു ആത്മപരിശോധന നടത്തി ദയാപൂർവമായ ആലോചനയുടെ ഫലമായി മാതാപിതാക്കന്മാരെ സഹായിക്കാൻ ആവശ്യമാണെന്ന് തീരുമാനിക്കുന്നു. ആ സമയത്ത് മറ്റുള്ളവർ അവന് യഥാർത്ഥ അനുതാപം ഉണ്ടായി എന്ന് ചില ന്യായ തൽപരന്മാർ നിഗമനത്തിലൊക്കെ എത്തിച്ചേരും. ഇദ്ദേഹത്തിൻ്റെ ഈ മനമാറ്റം ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ നല്ല ഒരു കാര്യം ചെയ്യാൻ അവൻ ഒരുക്കമാണ്. അങ്ങനെ ദൈവകൽപ്പന അനുസരിക്കുന്നു. വളരെ ആഭിജാത്യമുള്ള ശാസ്ത്രിമാർ ഇതിന് എതിര് പറയും. ഈ ശാസ്ത്രിമാർ പറയുന്നത് ഇപ്രകാരമുള്ള യാതൊരു സത്യവും മാറ്റുവാൻ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല എന്നാണ്. അതായത് സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം അവർ ഉദ്ധരിക്കും. ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെയൊക്കെ നിവർത്തിക്കണം. ഇതാണ് ശാസ്ത്രിമാരെ നിയമാനുസരണം ഇങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നീ ഒരു സത്യം ചെയ്തു, യാതൊരു കാരണവശാലും ഒരിക്കലും നിനക്കത് ലംഘിക്കാൻ അവകാശമില്ല. ഇതിൻ്റെ അർത്ഥം വികാരാവേശനായി ഒരുവൻ ചെയ്യുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു സാഹസികനെ പിടികൂടുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും മനുഷ്യബന്ധത്തിൽ അത്യാവശ്യവുമായ ഒരു കൽപ്പന ലംഘിക്കാൻ നിർബന്ധിതനാക്കുന്നു. യേശു അർത്ഥമാക്കിയത് നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്രിമാരുടെ വ്യാഖ്യാനത്തെ ഉപയോഗിക്കുന്നു. ഒരുവൻ തൻ്റെ തീരുമാനത്തെക്കുറിച്ച് അനുദപിച്ച് നല്ല മാർഗത്തിലെത്തുമ്പോൾ നിങ്ങൾ അവനെ ഹേമിച്ച് തൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാതിരിക്കാനിടയാക്കുന്നു. ഏറ്റവും വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം, യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും ഏറ്റവും വലിയ യഹൂദ ഗുരുക്കന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ജീവിച്ചു എന്നതാണ്. എലിയാസർ റബ്ബി ഇങ്ങനെ പറഞ്ഞു, ഒരുവൻ്റെ അപ്പനും അമ്മയും മുഖാന്തരം അവന് ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും അദ്ദേഹം അർത്ഥമാക്കുന്നത് ഒരുവൻ തൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാത്ത ഒരു സത്യം ചെയ്യുകയും പിന്നീട് അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകുകയും ചെയ്യുന്ന പക്ഷം ഒരു പ്രതിജ്ഞ നിലവിലുണ്ടെങ്കിലും മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു വേദഭാഗം നമ്മളെ ചിന്തിപ്പിക്കുന്നത് വ്യത്യസ്തമായ പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതപരമായും സാമൂഹികമായും നിലനിൽക്കുന്നു എങ്കിലും
മാനുഷിക നന്മയെ കരുതി ദൈവത്തിൻ്റെ കരുണയെയും സ്നേഹത്തെയും മുൻനിർത്തി പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജമാകുന്നുവെങ്കിൽ അത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായ ഖുർബാൻ ആണ്. ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പലവിധമായ പ്രമാണങ്ങൾ നിലനിൽക്കുന്നു. അത് ഏറിയ പങ്കും നമ്മൾ പാലിക്കേണ്ടവരാണ്. മതങ്ങളിൽ, വിശ്വാസാചാരങ്ങളിൽ പ്രമാണങ്ങൾ നിലനിൽക്കുന്നു, അതും പാലിക്കേണ്ടവയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി മാനുഷികമായ കാര്യങ്ങളെ, ദൈവികമായ സ്നേഹത്തെയും കരുണയെയും വിലമതിക്കണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അതിനാണ് മാർക്കിടുന്നത്. ദൈവം നമ്മളെ മാനിക്കുന്നതിനാണ്. ഏതെങ്കിലും ഒരു പ്രമാണങ്ങൾ സാഹചര്യത്തിൻ്റെ ചില ആവശ്യങ്ങൾ കൊണ്ട് ലംഘിച്ചു എന്നതിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് വിനയായി വരും. നമ്മുടെ ആത്യന്തികമായ ന്യായവിധിയിൽ നമുക്കത് എതിരായി വരും എന്നതിന് ഒട്ടും തർക്കമില്ല. അങ്ങനെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവസ്നേഹത്തിലും കരുണയിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പുതിയ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിത ക്രമങ്ങളിൽ, ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് ഒക്കെ കർത്താവെ കരുണയോടെ ഇടപെടാൻ, ദൈവസ്നേഹത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.